ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെൽഫ് ബ്യൂട്ടി. നമ്മുടെ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഡെർമ റോളറിനെ കുറിച്ചാണ്. നോർമൽ ഒരു പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള 3 സ്റ്റെപ്പ് സ്കിൻ കെയർ റൂട്ടീനാണ്. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. കുറച്ച് പ്രോബ്ലംസ്, അതായത് ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷന്, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉള്ളവർ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റൂട്ടീൻ കൊടുക്കണം. നിങ്ങൾ വലിയ സ്കിൻ ക്ലിനിക്കിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈക്രോ നീഡിലിംഗ് ട്രീറ്റ്മെൻറ്റ്. അതുമല്ല, മിക്ക സെലിബ്രിറ്റീസിൻ്റെയും ഒരു പാർട്ട് ഓഫ് ദി സ്കിൻ കെയർ ആണ് മൈക്രോ നീഡിലിങ്. ഇനിയും എന്താണ് ഈ ഡെർമ റോളർ, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് ഇത് വേണ്ടത്, നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഭാവിയിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെർമ റോളർ. ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ് എൻ്റെ കയ്യിലില്ല. ഇതിങ്ങനത്തെ ഒരു ചെറിയ ബോക്സിലാണ് വരുന്നത്. ഇവിടെ 0.5 mm എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നീഡിലിൻ്റെ സൈസാണ്. നമുക്ക് നീഡിൽ പല സൈസിൽ അവൈലബിൾ ആണ്. 0.2 ഉണ്ട്, 1 mm ഉണ്ട്. അപ്പം ഇത് തുറക്കുമ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഹാൻഡിലുണ്ട്. ഇതിൻ്റെ അറ്റത്താണ് ഈ റോളർ. ഇതിങ്ങനെ റോള് ചെയ്യുന്നതാണ്. ഇവിടെയാണ് നീഡിൽസ് ഉള്ളത്. ഈ നീഡിൽസ് നമ്മൾ ഇങ്ങനെ റോള് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പെനിട്രേറ്റ് ആവും. ഈ നീഡിൽസ് ഒത്തിരി സൈസസിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 0.5 mm മേടിക്കുക. അതാകുമ്പോൾ അത്ര പെയിൻ ഇല്ല. നമ്മളിതിങ്ങനെ റോള് ചെയ്യുമ്പം കുറച്ചൊരു പെയിൻ വരും. നമ്മുടെ നീഡിൽ ഒത്തിരി കൂടുതലാണെങ്കിൽ പെയിന് ഒത്തിരി ആകും. 0.5 ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പെയിന്. സോ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിതിങ്ങനെ റോള് ചെയ്യുമ്പം ഈ നീഡിൽസ് കാരണം ചെറിയ ചെറിയ ഹോൾസ് വരും നമ്മുടെ സ്കിന്നിൽ. സോ ഹോൾസ് വരുമ്പോൾ നമ്മുടെ സ്കിന്ന് തന്നെ കൊലാജന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ ചെറിയ മുറിവ് അത് തന്നെ മൂടും. സോ അങ്ങനെയാണ് റെജുവിനേറ്റ് ചെയ്യും നമ്മുടെ സ്കിന്ന്. അതാണ് ഇതിൻ്റെ മെയിൻ വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ ഫേസിൽ റിങ്കിൾസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ലൈൻസ്, സാഗിങ് ഉള്ളവർ, പിഗ്മെൻറ്റേഷന്, ഡാർക്ക് സ്പോട്ട്സ്, ഇതൊക്കെ ഉള്ളവർ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ മുറിവ് വരുത്തും നമ്മുടെ സ്കിന്നിൽ. മുറിവ് വന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ അതങ്ങനെ മൂടും. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യരുത്. ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ്. സോ നമ്മൾ സൈഡിൽ നിന്ന് തുടങ്ങുക. ഒരു 6-8 പ്രാവശ്യം, ഞാൻ 8 ടൈംസ് ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈക്കിൾ വെച്ചിട്ട് പോകാം. ആദ്യം ചീക്കിൻ്റെ സൈഡിൽ നന്നായിട്ട് ചെയ്യുക, 2 ചീക്കിൻ്റെ സൈഡിലും. നമ്മൾ ചെറിയൊരു പ്രഷർ കൊടുക്കണം, അപ്പോഴേ ആ നീഡിലൊന്ന് പെനട്രേറ്റ് ചെയ്യത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒത്തിരി കൊടുക്കരുത്. 0.5 mm യൂഷ്വലി വേദന കുറവായിരിക്കും. നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് ചെയ്യുക. നെറ്റിയുടെ ഭാഗത്ത് നമ്മൾ വെർട്ടിക്കലായിട്ടും ചെയ്യുക, ഹൊറിസോണ്ടലായിട്ടും ചെയ്യുക. പിന്നെ താഴോട്ട് വന്നിട്ട് നമ്മുടെ മൂക്കിൻ്റെ ഭാഗം ചെയ്യുക. നമ്മുടെ വായയുടെ ഭാഗത്ത് ഒത്തിരി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവരുണ്ട്, അവർ വായയുടെ ഭാഗത്ത് ചെയ്യുക. ചെറിയ ലൈൻസ് ഉള്ളവരുണ്ട്, ഇപ്പോൾ കുറച്ച് പ്രായമാകുമ്പോൾ സാഗിങ് വരും സ്കിന്നിൻ്റെ, അതൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ നല്ലതാണ്. നമ്മുടെ വായയുടെ ഭാഗത്ത് ചെയ്യുക. ചുണ്ടിലും ചെയ്യരുത്, കാരണം സെൻസിറ്റീവാണ്. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഒരു സ്കിന്ന്, ചുണ്ട് എന്ന് പറയുന്നതൊക്കെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ബാക്കി ഫേസിലെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഡെർമ റോളർ യൂസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സീറം, ഇപ്പോൾ വൈറ്റമിൻ സി ഒക്കെ ആണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പെനട്രേറ്റ് ചെയ്യും, നന്നായിട്ട് അബ്സോർബ് ചെയ്യും നമ്മൾ ഇടുന്ന പ്രോഡക്റ്റ്സ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന അലോവേറ ജെല്ലാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇത് കഴുകത്തില്ലേ, നന്നായിട്ട് കഴുകുക. വാം വാട്ടറിൽ കഴുകാവുള്ളൂ. നമ്മൾ ചൂടുവെള്ളത്തിൽ കൊണ്ട് കഴുകരുത്. കാരണം ഇത് സ്റ്റീലോ അങ്ങനെയുള്ള മെറ്റീരിയലല്ല, ഇത് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ്. സോ നമ്മൾ ചൂടുവെള്ളത്തിൽ കൊണ്ട് കഴുകി കഴിഞ്ഞാൽ അത് മൊത്തം ഉരുകിപ്പോവും. ചെറിയൊരു വാം വാട്ടർ പിന്നെ സോപ്പ് ഇത് ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് കഴുകുക. എന്നിട്ട് നമ്മുടെ ആൽക്കഹോൾ റബ്ബ് വെച്ചിട്ട് നന്നായിട്ട് തുടയ്ക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഈ നീഡിൽസ് നമ്മുടെ സ്കിന്നിൻ്റെ അകത്തോട്ട് പെനട്രേറ്റ് ചെയ്യുമല്ലോ, അപ്പം ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇത് നന്നായിട്ട് കെയർ ചെയ്യുക.
പിന്നെ നിങ്ങൾക്ക് ഇത് മേടിക്കുന്ന വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് നമ്മൾ വണ്ണമുള്ള ആളുകൾക്ക് ഒരു പ്രോബ്ലമാണ് സ്ട്രെച്ച് മാർക്സ്. സോ സ്ട്രെച്ച് മാർക്സ് ഒക്കെ പോകാൻ വേണ്ടി വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് ഇങ്ങനെ ഇരിക്കുന്ന വിചാരിക്കേണ്ട, ഇതിനധികം റേറ്റ് ഇല്ല. നിങ്ങൾ ആമസോണിലൊക്കെ നോക്കുവാണെങ്കിൽ വെറും 200 രൂപയ്ക്ക് 200 രൂപയുടെ അകത്തൊക്കെ കിട്ടും. ഇതിൻ്റെ ഒത്തിരി ബ്രാൻഡ് അവൈലബിൾ ആണ്. നിങ്ങൾ നല്ല റിവ്യൂസൊക്കെ നോക്കിയെടുക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.